സ്പോട്ട് ലൈവിലേക്ക് വീണ്ടും ചെറിയ പ്രശ്നങ്ങളാണ് പല കുടുംബങ്ങളിൽ പോലും ഒരു അക്രമത്തിലേക്കും കൊലപാതകത്തിലുമൊക്കെ വഴിമാറുന്ന സംഭവങ്ങളിലേക്ക് എത്തുന്നത്. കോട്ടയം കാഞ്ഞിരപ്പള്ളി കുന്നും ഭാഗത്ത് പിതാവിനെ മകൻ അടിച്ചു കൊന്നു. ചേപ്പുംപാറ സ്വദേശി ഷാജി ജോർജാണ് മകൻ രാഹുൽ ഷാജിയുടെ അടിയേറ്റ് കൊല്ലപ്പെട്ടത്. വാഹനത്തിന്റെ ഡോർ തുറന്നതിനെ ചൊല്ലിയുള്ള തർക്കമാണ് കൊലപാതകത്തിന് കാരണം. ജി ശ്രീജിത്ത് ചേരുന്നു കോട്ടയത്ത് നിന്ന് വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, ഒരു അവിശ്വസനീയമായ കാര്യമാണ്. കാരണം ഒരു വാഹനത്തിന്റെ ഡോർ തുറന്നതുമായി ബന്ധപ്പെട്ട ചെറിയ തർക്കം അതൊരു പിതാവിന്റെ കൊലപാതകത്തിൽ കലാശിക്കുന്ന സംഭവം. എപ്പോഴാണ് ഇതുണ്ടായത്? ഈ മരണം, കൊലപാതകം സംഭവിച്ചത് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തോ? ചെറിയ സംഭവമെന്ന് നമുക്ക് പറയാം ടോം, പക്ഷെ അവിടെ വലിയൊരു വില്ലനായത് മദ്യമാണ്. മദ്യലഹരിയിലായിരുന്നു ഈ മകൻ രാഹുൽ ഷാജി എന്നുള്ളതാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഏതാണ്ട് 3 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ സംഭവം ഉണ്ടായതിന് പിന്നാലെ തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക് ആദ്യം കൊണ്ടുപോയി. അതായത് കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിലാണ് ആദ്യം കൊണ്ടുപോയത് ഈ ഷാജിയെ. അതിനെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക്, ഈ അവസ്ഥ ഗുരുതരമായതോടെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും എത്തിച്ചു. ഈ കഴിഞ്ഞ പുലർച്ചെയാണ് ഇയാളുടെ മരണം സ്ഥിരീകരിക്കുന്നത്. ടോം നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ വളരെ ചെറിയൊരു സംഭവമാണ്. വീട്ടുമുറ്റത്ത് കിടന്ന വാഹനത്തിന്റെ ഡോർ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട ചെറിയ തർക്കങ്ങൾ ഉണ്ടാകുന്നു. ഉടൻ തന്നെ വീട്ടിലുള്ള വലിയ കമ്പിപ്പാര ഉപയോഗിച്ച് പിതാവിനെ മർദ്ദിക്കുന്നു. അവിടെ അതിഗുരുതരാവസ്ഥയിൽ കിടക്കുന്നു. പിന്നീട് ആശുപത്രിയിൽ വെച്ച് പിതാവ് മരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. എന്തായാലും ഒരു പരിധിവരെ ഇത്തരം സംഭവങ്ങൾ പലയിടത്തും നിന്നും നമ്മൾ കാണാറുള്ളതാണ്. മദ്യം, ലഹരി ഒക്കെ ഒരു വലിയ വില്ലനായി മാറുന്നു. അതിന്റെ ഒരു ഇര കൂടിയാണ് ഈ പിതാവ് ഷാജി എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും പിന്നീട് ഈ വീട്ടിൽ നിന്ന് തന്നെ കാഞ്ഞിരപ്പള്ളി ഡിവൈഎസ്പി അനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഈ പ്രതിയായ മകൻ രാഹുലിനെ പിടികൂടുകയും അറസ്റ്റ് ചെയ്യുകയും തുടർ നടപടികളിലേക്ക് കടക്കുകയും ചെയ്തു. ഈ തൊണ്ടി മുതലായിട്ടുള്ള ഈ വലിയ കമ്പിപ്പാര അത് മുറ്റത്ത് നിന്ന് തന്നെ കണ്ടെടുക്കുന്ന സാഹചര്യം ഉണ്ടാകുകയും ചെയ്തു. എന്തായാലും മദ്യലഹരിയുടെ ഒരു ഇരയായി ഈ പിതാവ് മാറുകയാണ് ടോം. തീർച്ചയായും അതാണ് ഏറ്റവും വേദനിപ്പിക്കുന്ന കാര്യം. മദ്യവും ലഹരിയും ഒക്കെ പല കുടുംബങ്ങളിലും വില്ലനാകുന്നുണ്ട്. മദ്യപിച്ച് അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ച് വീട്ടിലെത്തുന്ന യുവാക്കളാണ് അച്ഛനെയും അമ്മയും ഒക്കെ വെട്ടിക്കൊലപ്പെടുത്തുന്ന, ക്രൂരമായി കൊലപ്പെടുത്തുന്ന നിരവധി സംഭവങ്ങൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യാറുള്ളത്. ഇതോടൊപ്പം ഏറെ